ജിഷയുടെ ആത്മാവുണ്ടോ കൊലയാളിയാണ് ആരോപിക്കപ്പെടുന്ന, അല്ലെങ്കിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന, അല്ലെങ്കിൽ കൊലശിക്ഷ കാത്തു കിടക്കുന്ന അമീറുൽ ഇസ്ലാമിന് താമസിക്കുന്ന വീടൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ജിഷയുടെ വീട്ടിലേക്ക് ചെല്ലും. ജിഷയുടെ പുതിയ വീടല്ല, ജിഷ കൊല്ലപ്പെട്ട വീട്, ഒരു കനാലിൻ്റെ കരയിൽ. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ ജിഷയുടെ മോക്ക് ഇങ്ങനെ വരിക. അന്ന് ജിഷ നട്ടു വളർത്തിയ, അല്ലെങ്കിൽ ജിഷയുടെ അമ്മ നട്ടു വളർത്തിയ ചെടിയൊക്കെ വളർന്ന വീട്ടോട്ട് പൊക്കത്തോളം വളർന്നിട്ടുണ്ട്. അതെല്ലാം ഷൂട്ട് ചെയ്ത് കഥയെല്ലാം പറഞ്ഞ് നമ്മളെ വണ്ടി എടുത്തിട്ട് ഞാനീ നടന്ന ഈ ബിൽഡിങ്ങിലേക്കില്ല. അപ്പം ഞാൻ ആ വാതിൽ ചെല്ലുമ്പോൾ അകത്ത് ജിഷയുടെ ആത്മാവ് എന്ന കഥ പറയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് നല്ല ചുമ നോക്കുമ്പോൾ ഉണ്ട് ഈ രാജേഷേട്ടനും വിനീതും കൂടി ഈ പോയ പോലെ ഈ സാധനങ്ങളെല്ലാം പറക്കി കഷത്തൊക്കെ വെച്ചിട്ട് അവിടെ പെട്ടെന്ന് നടന്നു വരും. ഓടി വന്ന ഒരു വണ്ടി കേട്ട് വണ്ടി എടുക്കും. ഈ ജിഷയുടെ ആത്മാവ് കത്തുന്ന കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞ് തീരാറായ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ആദ്യം അത് എടുക്കണ്ട, നമ്മളെ കൊണ്ട് ഓരോന്നും പറയിക്കുന്നതിലും ഓരോന്നും ചെയ്യിക്കുന്നതിലും എന്തൊക്കെയോ കരുതിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്നും സംസാരിക്കാനല്ല നമ്മൾ ഇവിടെ ഇരുന്നത്. ചേട്ടാ, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്നത് ചേട്ടന് നേരത്തെ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് സംഭവിച്ച ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അബാക് മീഡിയ തുടങ്ങിയതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഈ എല്ലാവർക്കും ഈ പ്രേതം, എനർജി ഇതൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളത് കൊണ്ടായിരിക്കും രാഹുൽ ഇത് ചോദിക്കുന്നതെന്നറിയാം. രാഹുൽ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും ഓരോ കർമ്മത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ ആ പ്രവൃത്തി ചെയ്തത് എന്ന് നമ്മൾ പോലും അറിയാതെ ചില പ്രവൃത്തികൾ ചെയ്യും. അതിന് പക്ഷേ പിന്നീട് കാലം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ മറുപടി കൃത്യമായി നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അതിൻ്റെ ഉത്തരമാണ് ഈ നമ്മുടെ അബാക് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ. ആളുകൾ നോക്കുമ്പോൾ രണ്ടുപേരിൽ എന്തൊക്കെയോ കഥകൾ പറയുന്നു. ചിലവർ ആളുകളെ പേടിപ്പിക്കുകയാണ്. ഇങ്ങനെയൊന്നും ഇല്ല, വിശ്വാസമാണ്, ഇതൊക്കെ തെറ്റാണ്, ഇത് 2025 എന്നൊക്കെ പറയുന്നവരുണ്ട്. നോക്കൂ, ഇങ്ങനെ ഇത്തരത്തിലൊരു എന്താ പറയുക, പാരാനോർമൽ ആക്ടിവിറ്റീസ് പരിചയപ്പെടുത്തുകയോ, അല്ലെങ്കിൽ ഈ മന്ത്രവാദികളെ പരിചയപ്പെടുത്തുകയോ, അല്ലെങ്കിൽ സ്വാമിമാരെ പരിചയപ്പെടുത്തുകയോ, അല്ലെങ്കിൽ വൈദികരെ പരിചയപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു ചാനൽ തുടങ്ങണമെന്ന് ജീവിതത്തിൽ ഒരു കാലത്ത് പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ആ തുടക്കത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശ്വാസിയാണ്, ക്ഷേത്ര വിശ്വാസിയാണ്, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസിയാണ്. ഞാൻ എൻ്റെ നാടായ കൊട്ടാരക്കരയിൽ രാവിലെ നേരത്തെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് എൻ്റെ വീടിനടുത്ത് തന്നെയാണ് ഈ മേലില ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ശ്രീഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്ത് നടക്കുന്നത്. ഇപ്പോൾ ഫെബ്രുവരി 15 ശ്രീഭദ്രകാളി തിരുമുടി എഴുന്നള്ളത്താണ്. ആ ക്ഷേത്രത്തിൽ പോയി തൊഴുത് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളുടെ കുന്നിക്കോട് പച്ചിലപ്പള്ളിയുടെ മുന്നിലെത്തുമ്പോൾ അള എന്ന് വിളിച്ച്, ചെങ്ങവനാട് ഓർത്തഡോക്സ് പള്ളിയുടെ മുന്നിലെത്തുമ്പോൾ, അല്ലെങ്കിൽ വർത്തമ പള്ളിയുടെ മുന്നിലെത്തുമ്പോൾ കർത്താവെ എന്ന് വിളിച്ചിട്ട് ഓരോ ദിവസവും ആരംഭിക്കുന്ന ഒരു ജീവിതമായിരുന്നു നമ്മുടെയൊക്കെ. അപ്പോൾ ഈശ്വരൻ എന്നത് കൃഷ്ണനോ ക്രിസ്തുവോ അല്ലെങ്കിൽ അള്ളാഹുവോ ഒന്നും അല്ല, ഒരു ശക്തി, അതിൽ നമ്മൾ വിശ്വസിക്കുന്ന എനർജി. അതെ, ആ ഒരു എനർജി. നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിയെത്താൻ ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് മുന്നിലേക്കാണ്. അപ്പോൾ നമ്മൾ വിശ്വാസിയാണ്, അല്ല അന്ധവിശ്വാസിയല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കാശിയമ്മ എന്ന് പറഞ്ഞ ഒരാളുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ പുള്ളിക്കാരി ഇവിടെ എന്തോ ആത്മാവിന്റെ സാന്നിധ്യം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട്, രോഹിത് പേടിച്ചു പോയി, രോഹിത് തല്ലിക്കൊന്ന ആത്മാവാണ്, രോഹിത് തേച്ചിട്ട് പോയ ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ട്. അവരുടെ ഭാഗം അവർ പറയട്ടെ, അവരെയും വിശ്വസിക്കുന്നവരുണ്ടാകാം, അവിശ്വസിക്കുന്നവരുണ്ടാകാം എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓഫീസിൽ ഒരുപാട് പേര്, ഒട്ടനവധി പേര് വന്നു പോയിട്ടുണ്ട്. ഒട്ടനവധി പേര്, ഇവരുടെയൊക്കെ ഒരു എനർജി ഈ സ്റ്റുഡിയോ റൂമിൽ തെങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ ചിലപ്പോൾ അവർക്ക് ആത്മാവിന്റെ രൂപത്തിൽ തോന്നിയതാകാം, എനിക്കറിയില്ല. ഇതിനു മുമ്പും ടിറ്റി മാമൻ നമ്മളോട് ഇത് പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെ ഒരാൾ ഉണ്ടാകാം, എനിക്കറിയില്ല. നമ്മളെ അത് ഒരു വിധത്തിലും ബാധിക്കുന്നില്ല, നമ്മളൊരു വിധത്തിലും ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും അറിവുള്ളതുപോലെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഓഫീസ് റെന്റ് എടുക്കുന്നതിന് മുമ്പ് ഈ ഓഫീസ് തസ്മൈ ഗുരുജിയുടേതായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് നമ്മൾ ഈ ഓഫീസ് റെന്റിന് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ അല്ല, ബിൽഡിംഗ് മറ്റൊരാളുടെ ആണെങ്കിലും ഇത് അദ്ദേഹത്തിന്റെ ഓഫീസായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം മെഡിറ്റേഷനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഓഫീസാണ്. അതിൻ്റെതായ ഒരു പോസിറ്റീവ് എനർജി ഇവിടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളിത് എടുത്ത് ആദ്യ കാലഘട്ടങ്ങളിലെങ്ങും നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടന്റുകളെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല. ഒരു പോയിന്റിൽ വെച്ച് ഇത് ഡൈവേർട്ടായി ഇത്തരത്തിലുള്ള കണ്ടന്റുകളിലേക്ക് പോയതാണ്. ഒരു മനുഷ്യൻ, ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ഇവൻ എന്താകണം, ഇവന്റെ കർമ്മം എന്താണ് എന്ന് വിധിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മളെല്ലാം ഹൈന്ദവ മതാചാര പ്രകാരം വിശ്വസിച്ചുകൊള്ളുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2007 സിനിമാക്കാരനാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ കോയമ്പത്തൂരിലേക്ക് പോയ ഞാൻ, അന്ന് 2010 ഞങ്ങളുടെ ക്യാമ്പസിൽ അബാക് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പേര് ഇട്ടു. എൻ്റെ ഒരു സുഹൃത്ത് ആന്റണി എന്നൊരു സുഹൃത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ പേര് കണ്ടുപിടിച്ചത്. അന്ന്
ഈ ഒരു പേരിട്ടെങ്കിലും ഇത് എൻ്റെ പേരിനൊപ്പം ചേർത്തത് ഞാനാണ്, രോഹിത് അബാക്. അത് ഞങ്ങളന്ന് കോളേജിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോഷൻ വീഡിയോയിൽ ഡയറക്റ്റഡ് ബൈ രോഹിത് അബാക് എന്ന് എഴുതി ചേർത്തത്. അത് എന്തിനായിരുന്നു എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനത് മാറ്റി. പിന്നെ എൻ്റെ അന്നത്തെ ഫേസ്ബുക്കിൽ ഓർക്കുഡ് പ്രൊഫൈലും രോഹിത് അബാക് എന്നുള്ളതായിരുന്നു. പിന്നെ ഒരു ഫേസ്ബുക്കിൻ്റെ ഒക്കെ സമയം രോഹിത് ശശിധരൻ നായർ എന്നാക്കി. പിന്നെ ഇതിൽ അത് ഞാൻ രോഹിത് എസ് രോഹിത് എന്നാക്കി. കാരണം ഈ നായർവാല് ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാൻ രോഹിത് അച്ഛൻ്റെ പേരിനെ എസ് എന്നാക്കി, രോഹിത് എസ് രോഹിത് എന്നാക്കി. അതൊരു സ്റ്റൈലിന് വേണ്ടിയിട്ടാവാം. അങ്ങനെയാക്കി മുന്നോട്ട് പോയിട്ടാണ്. പക്ഷെ അന്ന് 2010 എന്തിനാണ് ഈ അബാക് എന്ന് പറയുന്ന പേര് പിന്നിൽ ചേർത്തത് എന്നുള്ളതിൻ്റെ ഉത്തരം തന്നത് ഈ 2024-25 കാലഘട്ടം, 23-24-25 കാലഘട്ടത്തിലാണ്. അതായത് ഈ നമ്മൾ ഈ അബാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോളേജ് പഠനകാലത്ത് നമ്മൾ ഉപയോഗിച്ച പേര്, അന്നും ഇത് ബ്ലാക്കിൽ വൈറ്റ് ആയിരുന്നു. ബ്ലാക്കും വൈറ്റും കോമ്പിനേഷൻ ആയിരുന്നു അതിൻ്റെ ലോഗോ. അന്ന് കോളേജിൽ നമ്മൾ ആ ഷോർട്ട് ഫിലിം ചെയ്ത പ്രൊഡക്ഷൻ അബാക് മീഡിയ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലോഗോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു വേറൊരു ബി ഇങ്ങനെ വളച്ചിട്ടുള്ളൊരു സാധനമായിരുന്നു. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്ന് സിനിമയ്ക്ക് പിന്നാലെ പോകാൻ പറ്റിയില്ല. കുറച്ചു കാലം ടെലിവിഷനും പരിപാടിയൊക്കെ ആയിട്ട് നടന്നതിന് ശേഷം 1 വർഷത്തോളം ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഇൻഷുറൻസ് കമ്പനിയിൽ സെയിൽസിൽ ജോലി. കാരണം എനിക്ക് എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് നാട് വിട്ടു പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അവിടെ കിട്ടാവുന്ന ജോലി ചെയ്യുക, വെറുതെ ഇരിക്കാതെ. ആ സമയത്ത് ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട്, അച്ഛൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പരിപാടികൾ ചെയ്യുക എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ ടൗണിൽ, വീടിൻ്റെ അടുത്ത ടൗണിൽ ഒരു ഓഫീസ് തുടങ്ങിയപ്പോൾ അതിന് നമ്മൾ ഇട്ടത് അബാക് മീഡിയ ബൂത്ത് എന്നാണ്. ഡിസൈനിങ്ങും ബാക്കി പരിപാടിയൊക്കെ ആയിട്ട്. അന്നും നമ്മുടെ കളർ കോമ്പിനേഷൻ ബ്ലാക്ക് വൈറ്റ് യെല്ലോ ആണ്. ബ്ലാക്ക് വൈറ്റ് യെല്ലോ. അതിനുശേഷം പിന്നീട് കാലങ്ങൾ കടന്നുപോയി, അതൊക്കെ പൂട്ടി പല ജോലികൾ ചെയ്തു. പല രാഷ്ട്രീയത്തിൽ അത്യാവശ്യം കാര്യങ്ങളുമൊക്കെ ആയിട്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തി. നാട്ടിൽ പിന്നീട് വിവാഹശേഷം വീണ്ടും ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ അത് തുടങ്ങാൻ വേണ്ടി തുടങ്ങിയതല്ല. നമ്മൾ വിഞ്ചി എന്ന് പേരിട്ട് ഒരു ബൊട്ടിക് പ്രോജക്റ്റ് കൊട്ടാരക്കര കൊണ്ടുവരികയും അത് നടക്കാതെ വരാവുന്ന സാഹചര്യത്തിൽ അതിലെ ഫർണിച്ചറുകൾ സൂക്ഷിക്കാൻ വേണ്ടി ഒരു ബിൽഡിംഗ് എടുത്ത് എന്നാൽ എന്താ സ്റ്റുഡിയോ ആക്കി കൺവേർട്ട് ചെയ്യാം എന്ന് വിചാരിച്ച്. അതായത് കോവിഡിന് മുമ്പ് ഈ വെഡ്ഡിങ് വർക്കുകളൊക്കെ വലിയ രീതിയിൽ ക്രിയേറ്റീവായിട്ട് വന്നൊരു സമയത്ത് ഒരു വെഡ്ഡിങ് കമ്പനി തുടങ്ങാന്നുള്ള ആഗ്രഹത്തിൽ അബാക് വെഡ്ഡിങ്സ് അല്ലെങ്കിൽ അബാക് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ് നമ്മളൊരു സ്ഥാപനം തുടങ്ങി. ഈ സ്ഥാപനത്തിൻ്റെയും ലോഗോയുടെ കളറ് ബ്ലാക്ക്. അത്രയും കളർഫുൾ ആയിട്ടുള്ള പരിപാടിയാണ്. കളറിന് എന്തെങ്കിലും മേ ബി അറിയില്ല അന്ന് നമ്മൾ. അതിനുശേഷം കോവിഡൊക്കെ ശേഷം അതെല്ലാം പൂട്ടി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ താൽക്കാലികമായി മാറ്റിവെച്ച് വീണ്ടും മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നു. 2-2.5 വർഷക്കാലം 3 വർഷക്കാലമോളം നമ്മൾ ഓൺലൈൻ ചാനലുകളിൽ, വാർത്താ ചാനലുകളിൽ പ്രവർത്തിച്ചു. പിന്നീട് ഈ അബാക് മീഡിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങുക എന്നൊരു ഉദ്ദേശമേ നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ആ സ്ഥാപനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മാനേജ്മെന്റിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഓഫീസ് വേണമെന്ന് ആഗ്രഹിക്കുകയും ഈ സമയത്താണ് തസ്മി ഗുരുജി എന്നോട് പറയുന്നത്, ആലുവയിൽ ഇതുപോലെ എൻ്റെ ഒരു ഓഫീസ് ഒഴിഞ്ഞു കിടപ്പുണ്ട്, നോക്ക്. അങ്ങനെ വന്ന് നോക്കുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ സ്പേസ് ഉണ്ട്, നമ്മുടേതായ സൗകര്യങ്ങളിലേക്ക് മാറ്റിയാൽ മതി എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതെടുക്കുന്നത്. എടുത്ത് പിന്നെ ഈ 3-4 മാസം നമ്മളിത് പ്രവർത്തിക്കാതെ ഇട്ടിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം പുതിയ ചാനൽ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരൊറ്റ പേരേ വരുന്നുള്ളൂ, അത് അബാക് മീഡിയ എന്നുള്ളതാണ്. ഇത് ലോഗോ ഡിസൈൻ ചെയ്യാൻ ഞാൻ പലരെ ഏൽപ്പിച്ചു. കാരണം ഞാൻ ഡിസൈൻ ചെയ്യാനിരുന്നാൽ അത് ബ്ലാക്കും യെല്ലോയും വൈറ്റുമായി പോകുമെന്നറിയാവുന്നത് കൊണ്ട് നമ്മൾ മറ്റു പലരെ ഏൽപ്പിച്ചു. പക്ഷേ ഏൽപ്പിച്ചവരെല്ലാം ചെയ്തു തരുന്ന കളർ കോമ്പിനേഷൻ ഇതാണെന്നുള്ളത്. അവസാനം അത് ഫിക്സ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ആകെ ഡിസൈനറോട് പറഞ്ഞതാണ് എനിക്ക് ബ്ലാക്കും യെല്ലോയും ഇല്ലാത്ത, വൈറ്റും ഇല്ലാത്തൊരു ലോഗോ ഡിസൈൻ ചെയ്ത് തരും. പക്ഷെ അവൻ എങ്ങനെ ചെയ്തിട്ടും ആ സാധനമേ വരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് 2010 നമ്മൾ ആ പേരിനോട് ഇപ്പം ചേർത്ത് വെച്ച ആ പേര് അനർത്ഥമാകാൻ ഇത്രയും 15 വർഷക്കാലം എടുത്തു, 14 വർഷക്കാലം എടുത്തു എന്ന് പറയാം. അതുപോലെ നമ്മൾ ഈ സമയത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഒരു പക്ഷേ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ വീഡിയോ നമ്മൾ നെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇതൊരു പക്ഷേ 10-15 വർഷം കഴിയുമ്പോഴും ഇത് ഇന്റർനെറ്റിൽ ഉണ്ടാവില്ലേ? അത് ആ സമയത്ത് എന്തിനെങ്കിലും ചിലപ്പോൾ ഉപയോഗിക്കപ്പെട്ടേക്കാം. നമ്മൾ ജീവിച്ചിരുന്നാൽ നമ്മൾ മരണപ്പെട്ടത് ഒരുപക്ഷെ നമ്മൾ നാളെ മരണപ്പെടുമ്പോൾ നമ്മുടെ കഥ പറയാനായിരിക്കും, ഇങ്ങനെയും ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സക്സസ് ആവുന്ന സമയത്ത് നമ്മുടെ കഥ പറയാനായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പരാജയപ്പെടുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം, നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. ഞാൻ നോക്കൂ രാഹുലെ, നമ്മുടെ ഇവിടെ നമുക്ക് അബാക് മീഡിയ അല്ലാണ്ട് നേഷൻ ഫസ്റ്റ്, അബാക് ഡിബേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേറെ വേറെ ചാനലുകളുണ്ട്. ഇവിടത്തേക്കൊക്കെ ഇന്റർവ്യൂവിന് വരുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആളുകളോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഈ നമ്മുടെ ഓഫീസിലറിയാം, നമ്മുടെ ഓഫീസിൽ ക്യാമറാമാൻ ആയാലും എഡിറ്റർ ആയാലും അക്കൗണ്ട്സ് നോക്കുന്ന ആളായാലും എല്ലാവരും ക്യാമറയുടെ മുന്നിൽ ഒരു വട്ടമെങ്കിലും ഞാൻ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ്. ആ കോൺഫിഡൻസ് അവർക്ക് കൊടുക്കും, അവരെ കൊണ്ട് പറ്റുമെങ്കിൽ അവർ ചെയ്യും എന്നുള്ളതാണ്. എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവരോടെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ക്യാമറയുടെ മുന്നിലിരിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 200-300 സ്ക്വയർ ഫീറ്റ് സ്റ്റുഡിയോ റൂമിനുള്ളിൽ, ഒരു സ്റ്റുഡിയോ ഫ്ലോറിനുള്ളിൽ ഒരു ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് പറയുന്ന കാര്യമാണ്. പക്ഷെ ഇത് പബ്ലിഷ് ആകാൻ പോകുന്നത് 10,000-കണക്കിന് പേരിലേക്കാണ്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പേരിലേക്കാണ്. ചില വീഡിയോകൾ 500 പേരെ കാണുന്നുണ്ടാവുള്ളൂ, ചില വീഡിയോ 5 ലക്ഷം പേര് കാണുന്നുണ്ട്, 10 ലക്ഷം പേര് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും
നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം വേണം എന്നുള്ളതാണ്. ഞാൻ ആ തസ്മൈ ഗുരുജുമായിട്ടുള്ള ഓൺലൈൻ ഇന്റർവ്യൂവിനിടയിൽ എനിക്ക് ചുമ വന്നിട്ട് വെള്ളം കുടിച്ചപ്പോൾ അതിൽ വന്ന കമന്റാണ്, രോഹിത്തെ ചുമ വരുമ്പോൾ വെള്ളം കുടിക്കരുത്, ഈ വെള്ളം കുടിച്ച് എന്നെ കുറ്റം പറയും നല്ലത് പറയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും. അപ്പോൾ അത് എഡിറ്ററുടെ ഭാഗത്തുനിന്ന് ഒരു കൈപ്പിഴയാണ്, അത് കാണാതെ കട്ട് ചെയ്യാൻ മറന്നുപോയി എന്നുള്ളത്. ഞാൻ എൻ്റെ പ്രതീക്ഷ ആ പോർഷൻ എഡിറ്റർ കട്ട് ചെയ്തോളൂ എന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പം എൻ്റെ മുഖമാണ് പ്രേക്ഷകർ കാണുന്നെങ്കിൽ രാഹുലിൻ്റെ മുഖം ഹൈഡ് ചെയ്യുക, അതാണ് എഡിറ്റർക്ക് പറ്റിയ ഒരു കൈപ്പിഴയാണ്. അപ്പോൾ ഇത് ഇത്രയും പേരിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനിത് എല്ലാവരോടും പറയാനുള്ളത്, ചിലപ്പോൾ ഇത് 10 വർഷം കഴിഞ്ഞിട്ടോ 15 വർഷം കഴിഞ്ഞിട്ടോ ആയിരിക്കാം ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെ ഫലം നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ പല ഇൻ്റർവ്യൂവിലും മിത്രാത്മജനുമായിട്ട് ഇൻ്റർവ്യൂ എടുത്ത് പറഞ്ഞു, കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് പാചകവുമായി ബന്ധപ്പെട്ടൊരു തൊഴിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ ജന്മത്തിൽ എവിടെയെങ്കിലും ഒരു ഹോട്ടൽ തുടങ്ങാൻ, ഒരു പാർട്ണർഷിപ്പിൻ്റെങ്കിലും ഒരു ഹോട്ടൽ തുടങ്ങാൻ രോഹിത്തിന്. ആക്ച്വലി കുക്കിംഗ് എന്ന് പറയുന്നത് എൻ്റെ പാഷൻ, എനിക്കൊരു വളരെ ഇൻട്രസ്റ്റ് ഉള്ള മേഖലയാണ് കുക്കിംഗ്. പാചകം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സമയം കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസവും എൻ്റെ ഒരു സുഹൃത്ത് ചെന്നൈയിൽ ഹോട്ടൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവൻ വീഡിയോ അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചിയിൽ വന്ന് തുടങ്ങണേ, നമ്മളൊക്കെ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാഹുൽ എന്ന് പറയുന്ന ആളാണ് ഈ ചെന്നൈയിൽ ഇത് തുടങ്ങിയത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ അബാക് ഫോട്ടോഗ്രാഫി നടത്തിയ സമയത്ത് 2-3 വർഷക്കാലം എൻ്റെ കാര്യങ്ങൾ നോക്കി, എൻ്റെ ഓഫീസിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന ആഷിക്ക് ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് നാട്ടിൽ മറ്റേ ചിപ്സിന്റെ ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ കൊച്ചിയിൽ വാടാ, വന്നൊരു ഹോട്ടൽ തുടങ്ങും. അപ്പോൾ എൻ്റെ മനസ്സിൽ ആ സാധനം ഇപ്പോഴും ഇങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളിലും സത്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു നിയോഗം അവിടെ ഉണ്ട്, എന്തിനോ വേണ്ടിയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ചില ആളുകളോട് ചില വാക്കുകൾ പറയും, ചില ആളുകളോട് നമ്മൾ മോശമായി പെരുമാറും, ചില ആളുകളോട് സ്നേഹത്തിൽ പെരുമാറും. ഇതൊക്കെ എന്തിനായിരുന്നു എന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കുക. ഞാൻ ഒരു ഉദാഹരണം, ഒരിക്കലും ഞാനൊരു 2-2.5 വർഷം മുമ്പ് ഒരു 2 കുട്ടികൾ തമ്മിൽ പ്രണയത്തിലായി. എനിക്കറിയാവുന്ന 2 കുട്ടികൾ പ്രണയത്തിലായി. അപ്പോൾ അന്നൊക്കെ സന്തോഷമുള്ള കാര്യമാണ്, അവർ വിവാഹമാണ്, സീരിയസ് ആയിട്ടാണ് പ്രണയവും കാര്യങ്ങളൊക്കെ. പക്ഷെ ഒരു പോകെ ഞാൻ ഇവരോട് പറഞ്ഞു, ഇത് നോക്കിയും കണ്ടും ചെയ്യണം. വെറുതെ പറഞ്ഞതാണ്, എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറഞ്ഞതാണ്. നിങ്ങൾക്കൊരു സമയം പോക്കാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ട് തലയിലെടുത്ത് വെക്കുകയാണെങ്കിൽ നോക്കി കണ്ടും കാര്യങ്ങൾ ചെയ്യാം. ഒരു കുറച്ച് നാൾക്ക് മുമ്പ്, 2-3 മാസം മുമ്പ് ആ പെൺകുട്ടി എന്നെ കാണാൻ വന്നിട്ട് എന്നോട് പറഞ്ഞത്, ചേട്ടനായിരുന്നു ശരി, ചേട്ടൻ അന്ന് പറഞ്ഞതുപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അത് ഒരുപക്ഷെ അന്നേരം നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാകാം. ഇപ്പോൾ എല്ലാവരും ഒരു കാര്യം പറയും, നമ്മുടെ മനസ്സിലൊരു ആശയം ഉണ്ടെങ്കിൽ ആരോടും പറയരുത് എന്ന് പറയും. പലരും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം. എൻ്റെ വീട്ടിൽ അമ്മ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പെങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, ഇൻ്റർവ്യൂവിന് വന്ന പലരും പറഞ്ഞിട്ടുണ്ട്, ഒരു മനസ്സിലുള്ള ആശയങ്ങൾ ആരുമായും പങ്കുവെക്കരുത് എന്നുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ തുടർന്ന് അതെല്ലാവരോടും പറയുക. തീർച്ചയായും എൻ്റെയും ഒരു ഇത് അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ അത് പറയുമ്പോൾ മാത്രമേ, എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴേ അത് നമ്മുടെ പൂർണ്ണതയാവും. ഇപ്പോൾ രാഹുൽ തിരുവോണമാണ്, ഞാനും തിരുവോണമാണ്. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ സ്വഭാവം ഒരുമിച്ച് ഉള്ളതുകൊണ്ടായിരിക്കും നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല, മറച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം എൻ്റെ മനസ്സിലൊരു ബിസിനസ് ആശയം തോന്നിയാൽ ഞാനത് 10 പേരോട് പറയും, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയാൽ ഞാനത് 10 പേരോട് പറയും. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ 10 പേരും പിറ്റേന്ന് എന്നെ കാണുമ്പോൾ അതെന്തായി എന്ന് ചോദിക്കും. അപ്പൊ എനിക്കിത് ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാവും. അതാണ് എൻ്റെ ഒരു രീതി. വേണോ വേണ്ടോ എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ ഈ ആശയം പറഞ്ഞതിന്റെ പേരിൽ ഇത് മറ്റൊരാൾ കൊണ്ടുപോയി ചെയ്യുമോ എന്നുള്ള പേടി എനിക്കില്ല. കാര്യം രാഹുൽ പറഞ്ഞതുപോലെ അത് ഞാൻ ചെയ്യുമ്പോഴാണ് അതിന്റെ പൂർണ്ണത. 10 പേരോട് പറയുമ്പോൾ നമുക്ക് 10 ഐഡിയ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ഒരാൾ ചിലപ്പോൾ അതിന്റെ നെഗറ്റീവ് വശങ്ങളായിരിക്കും അയാൾ നമ്മളോട് പറഞ്ഞ് നമ്മളെ താഴ്ത്താൻ നോക്കുന്നത്. പക്ഷെ ആ നെഗറ്റീവ് ആയിരിക്കും നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഉറപ്പായിട്ടും. ഇപ്പോൾ നോക്കൂ, എനിക്ക് വലിയൊരു ഞെട്ടലുണ്ടെങ്കിൽ സംഭവം, എൻ്റെ അടുത്തൊരു പയ്യൻ പണ്ട് വന്നിട്ട്, ചേട്ടാ എൻ്റെ അടുത്തൊരു സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ട്, ഫുൾ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സ്ക്രിപ്റ്റാണ് ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവനെ കുറേ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവനൊരു അസോസിയേറ്റ് ഡയറക്ടറെ പരിചയപ്പെടുത്തി, നല്ല കഥകൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിഥുൻ എന്നാണ് അസോസിയേറ്റിൻ്റെ പേര്. ഇവനെ ഞാൻ അസോസിയേറ്റിൻ്റെ അടുത്ത് വിട്ടു, കഥ പറയാൻ വിട്ടു. ഇവൻ അവിടെ വന്നപ്പോൾ മിഥുൻ കുറേ സജഷൻ പറഞ്ഞു. മിഥുനൊരു 10-15 പടം അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇതിൽ കുറെ കറക്ഷൻ പറയുന്നത്. പക്ഷെ ഈ പയ്യൻ ഈ സ്ക്രിപ്റ്റ് പൊളിക്കാൻ തയ്യാറല്ല. അവൻ എഴുതി വെച്ചത് അതേപോലെ സിനിമയാക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. അതെല്ലാവരും കൊണ്ടും പറ്റുന്ന കാര്യമല്ല. ഞാനത് കൃത്യമായി മനസ്സിലാക്കിയത്, ഇപ്പോൾ പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ ഫെബ്രുവരി 14 തിയേറ്ററിലെത്താണ്. അതിന്റെ ഡയറക്ടർ ശ്രീജിത്തേട്ടൻ. അപ്പോൾ ശ്രീജിത്തേട്ടനും ശ്രീജിത്തേട്ടന് വേണ്ടി ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്ന രഞ്ജിത്തും കുറച്ച് കാലം എന്നോടൊപ്പം എറണാകുളത്തുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചെന്ന് വെച്ചാൽ അത് അവർ താമസിക്കുന്ന വീട്ടിൽ തൊട്ടടുത്താണ്. അപ്പം ഞങ്ങൾ എപ്പോഴും കാണും ഈ കഥ. അപ്പം ഇവരൊരു ദിവസം എന്നോട് പറഞ്ഞു, രോഹിത് നീ ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ ഇവർ ഈ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ച് കേൾപ്പിക്കുക, കഥ പറയുക.
ഇവർ രണ്ടുപേരോട് ഇരുന്നിട്ട് ഈ കഥ പറയാണ് സീൻ ബൈ സീൻ. ഞാൻ ആലോചിക്കുക, എടാ ഇവരെന്തിനാ എന്നോട് ഈ കഥ പറയണേ? അപ്പോൾ എന്നിട്ട് എന്നോട് ചോദിച്ചു, നീ പറ, ഇതിന്റെ സജഷൻസ് പറ. അപ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങളും കൊള്ളാവുന്ന പോർഷൻസും കൊള്ളാത്ത പോർഷൻസും വർക്കാവുന്നതും ഞാൻ പറയാണ്. ഇതിൽ ഏതെടുക്കണം ഏതെടുക്കണ്ടെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അതിനുശേഷം ഞാൻ കാണുന്നത് ഇവരുടെ സൗഹൃദ വലയത്തിലുള്ള കുറേ സിനിമകൾ, കുറേ സംവിധായകരൊക്കെ, അസോസിയേറ്റ്സ്, പ്രൊഡ്യൂസർമാർ, ആർട്ടിസ്റ്റുകളൊക്കെ ഇവരുടെ കഥ കേൾക്കാൻ വരുന്നു. ഇവരുടെ ഡേറ്റിന് വേണ്ടി കഥ പറയല്ല, ഇതിലെ സജഷൻസ് എടുക്കുകയാണ്. ഇവരുടെ കഥയിലെ സജഷൻസ് എടുത്തിട്ട് എത്ര വട്ടം അവരത് പൊളിച്ച് എഴുതി. പക്ഷെ അത് അവസാനം പ്രൊജക്റ്റും ആയില്ല എന്നുള്ളതാണ്. അതിന് അഡ്വാൻസ് ഒക്കെ കിട്ടി വെച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴത് പ്രൊജക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. ശ്രീധരന്റെ ഫസ്റ്റ് പടം പൈങ്കിളിയാണ്, അതായത് നമ്മുടെ അമ്പാൻ നായകനാകുന്ന സിനിമ. അതിപ്പോൾ 14-ാം തീയതി പടം ഇറങ്ങുന്നു. കഴിഞ്ഞ ദിവസവും ഈ പാട്ടിറങ്ങുന്നതിന് മുമ്പിട്ട് തന്നെ പാട്ടിറങ്ങി ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ട്. ഒരു ഒറ്റ ദിവസം കൊണ്ട് 1 മില്യൺ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന പാട്ട് 1 മില്യൺ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലരിൽ നിന്നുള്ള ആശയങ്ങളെ നമ്മൾ എടുക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ പഠിച്ചത് വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ വർക്ക് ചെയ്ത ചാനലുകളിലൊക്കെ എനിക്ക് മുകളിൽ ഇരുന്ന് ഈ പഠിപ്പിച്ചു തരാനൊന്നും ആരും ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെതായ രീതിയിൽ എൻ്റെതായ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലായിടത്തും കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനത് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സത്യം. നമ്മളിപ്പോൾ അബാക് മീഡിയ തുടങ്ങി. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, രാഹുൽ ചോദിച്ചാൽ ഉത്തരത്തിലേക്കാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ ഒരു പോസ്റ്റ് ഇടുകയാണ്, കുറച്ച് ജീവനക്കാരെ ആവശ്യമുണ്ട്, അതായത് ക്രിയേറ്റിവിറ്റിയും എഡിറ്റേഴ്സിന്. ഈ സമയത്താണ് നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് പ്രൊഡ്യൂസറായിട്ട് രാജേഷ് ഏട്ടൻ വരുന്നത്, RJ നാഥ് വരുന്നത്. അപ്പോൾ രാജേഷ് ഏട്ടൻ എന്നോട് വന്നിട്ട് നമുക്ക് ഒരു പുതിയ പ്രോഗ്രാം തുടങ്ങാം, അതായത് ഈ സെൻസേഷണലായ വാർത്തകൾക്ക് പിന്നാലെ പോകുന്ന ഒരു പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്തു. ആ പ്രോഗ്രാമൊക്കെ ഷൂട്ട് ചെയ്തു, വലിയ രീതിയിൽ ഷൂട്ട് ചെയ്തു. പക്ഷേ ഇത് ഇന്നേ വരെ അബാക് മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷെ അതിനുവേണ്ടി എടുത്ത കുറേ ഇൻ്റർവ്യൂസ് അബാക് മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്തു. അത്തരത്തിലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു ജിഷയുടെ ആത്മാവ് അന്ന് എന്നോട് പറഞ്ഞത് എന്ന് പറയുന്ന ഒരു എപ്പിസോഡ്. ഇത് ഷൂട്ട് ചെയ്യാൻ പോകുന്നൊരു കഥയാണ് ഞാൻ പറയുന്നത്. ജിഷയുടെ ആത്മാവുണ്ടോ? ജിഷയുടെ ആത്മാവ് കുറേ പേരെന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ട്. ഈ പോലീസിലാണെന്നൊക്കെ പറഞ്ഞ ഒരാൾ എന്നെ എപ്പോഴും വിളിക്കുന്നത്. എനിക്കറിയില്ല അയാൾ പോലീസിലായിരുന്നു. അവസാനം ഞാൻ നമ്പർ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു, അതിൽ ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതെ. ആ എപ്പിസോഡ് ഒരുപാട് പേര് കണ്ട എപ്പിസോഡാണ്, ജിഷയുടെ ആത്മാവ് അന്ന് എന്നോട് പറഞ്ഞത്. ഇത് ഷൂട്ട് ചെയ്യാൻ പോയ സമയത്തുണ്ടായ ഒരു എക്സ്പീരിയൻസാണ്. ഞങ്ങൾ രാവിലെ ഷൂട്ട് തുടങ്ങി, രാവിലെ ഷൂട്ട് ആരംഭിച്ചു. രാവിലെ നമ്മളെ ജിഷ പഠിച്ച എറണാകുളം ലോ കോളേജിൽ നിന്നാണ് ഷൂട്ട് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് ഇൻട്രോ ഒക്കെ എടുത്തിട്ട് ഞാനുണ്ട്, രാജേഷ് ഏട്ടനുണ്ട്, രോഹിത്തുണ്ട്, നമ്മുടെ ക്യാമറമാൻ വിനീതുണ്ട്, നമ്മൾ 4 പേരുണ്ട്. അന്ന് മറ്റൊരു യദു എന്ന് പറഞ്ഞിട്ട് ക്യാമറമാൻ ഉണ്ടായിരുന്നു. യദുവും കുറച്ച് നേരം കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓഫീസിലെത്തി എടുത്തതൊക്കെ കോപ്പി ചെയ്തിട്ട് ഇവിടുന്ന് പെരുമ്പാവൂരേക്ക് പോവാണ്. ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അവിടെ ചെന്നപ്പോഴാണ് മഴ പെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ കൊലയാളിയാണ് ആരോപിക്കപ്പെടുന്ന, അല്ലെങ്കിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന, അല്ലെങ്കിൽ കൊലശിക്ഷ കാത്തു കിടക്കുന്ന അമീറുൽ ഇസ്ലാമിന് താമസിക്കുന്ന വീടൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ജിഷയുടെ വീട്ടിലേക്ക് ചെല്ലും. ജിഷയുടെ പുതിയ വീടല്ല, ജിഷ കൊല്ലപ്പെട്ട വീട്. ഒരു കനാലിൻ്റെ കരയിൽ കാട് മൂടിക്കിടക്കുന്ന ഒരു ഭീതി ഉളർത്തുന്നൊരു വീട്, ഒരു ചെറിയ വീട്, ഒരു പാലമൊക്കെ ഉണ്ട് സൈഡിൽ. ഒരു 200 മീറ്റർ അപ്പുറത്ത് 2 വീടുകളുണ്ട്. അപ്പോൾ രാജേഷേട്ടൻ പറഞ്ഞ് നമുക്ക് ഇതിനകത്ത് കയറി ഷൂട്ട് ചെയ്യാം. രാജേഷേട്ടൻ പണ്ട് വേറൊരു ചാനലായിരുന്ന സമയത്ത് ഇതിനകത്തൊക്കെ ഷൂട്ട് ചെയ്യാം. എന്നിട്ട് രാജേഷേട്ടൻ റിസ്ക്കാണ്, കാരണം പാമ്പുണ്ടാവും. വേറെ ഒന്നുമല്ല, പ്രേതത്തെ അല്ല പേടി, പാമ്പിനെ എനിക്ക് പേടിയാണ്. അപ്പം കനാലിൻ്റെ കാര്യമല്ലേ, എന്തായാലും ഒരു പാമ്പുണ്ടാവും രാജേഷേട്ടൻ, നമുക്ക് അതിൽ കയറണം, പുറത്ത് നിന്ന് ഷൂട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ വിനീതിൻ്റെ രാജേഷേട്ടനോട് ഈ കനാലിലിറങ്ങി ഇവർ കനാലിലിറങ്ങി ചെറിയ വെള്ളം, എൻ്റെ ഷൂ മുങ്ങാനുള്ള വെള്ളമുണ്ട്. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ മുകളിൽ നിൽക്കാൻ വയ്യ. അപ്പോൾ ഞാൻ രോഹിത്തിൻ്റെ അടുത്ത് കൈ പിടിക്കുന്നത്, രോഹിത്തിൻ്റെ കൈ പിടിച്ച് ഞാൻ ആ കനാലിലേക്ക് ഇറങ്ങി. അവിടെ പോയിട്ട് കുറേ ഡയലോഗുകളൊക്കെ ഷൂട്ട് ചെയ്തു. അവിടെ കുറേ വിഷ്വൽസ്, ആ വീടിൻ്റെതായ കുറേ വിഷ്വൽസൊക്കെ ഷൂട്ട് ചെയ്തു, വീടിനകമൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ ജിഷയുടെ മുഖം ഇങ്ങനെ വരിക. അന്ന് ജിഷ നട്ടു വളർത്തിയ, അല്ലെങ്കിൽ ജിഷയുടെ അമ്മ നട്ടു വളർത്തിയ ചെടിയൊക്കെ വളർന്ന വീടോട്ട് പൊക്കത്തോളം വളർന്നിട്ടുണ്ട്. അതെല്ലാം ഷൂട്ട് ചെയ്ത് ഈ കഥയെല്ലാം പറഞ്ഞ് നമ്മളെ വണ്ടി എടുത്തിട്ട് ഈ അമീറുൽ ഇസ്ലാമിൻ്റെ കേസ് ആദ്യം ബാധിച്ചൊരു വക്കീലുണ്ട്, അതാർക്കും അറിയാത്തൊരു കഥയാണ്. അദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുത്ത് നമ്മൾ ഇൻ്റർവ്യൂ ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തു. അതിനുശേഷം നമ്മളിവിടെ എല്ലാം കൊണ്ടുപോകുന്ന ഈ ജിഷ കൊലപാതകം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആക്ഷൻ കൗൺസിലിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പോകണം. അദ്ദേഹമാണ് ഈ ജിഷയുടെ ആത്മാവിൻ്റെ കഥ നമ്മളോട് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഷൂട്ട് ഇൻ്റർവ്യൂ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ആരൊക്കെ ഉണ്ടോ ഇവിടെ, ക്യാമറമാനെന്നോ പ്രൊഡ്യൂസറെന്നോ അല്ലെങ്കിൽ ഓണറെന്നോ കൺസെപ്റ്റേ ഇവിടെ ഇല്ല, ഞാനെന്നോ ക്രിയേറ്റീവ് ഹെഡെന്നോ ഒന്നുമില്ല. ഒരു ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എല്ലാ ജോലിയും ചെയ്യുക. ഓഫീസിൽ വന്നാലും എഡിറ്റർ ഇല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യും,
അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി. അതാണ് സാർ കുട്ടി വിളിയില്ലാത്ത ഓഫീസ് അല്ലേ, നിങ്ങൾക്കറിയില്ലേ? നമ്മളോട് ചേട്ടാനിയ ബന്ധം മാത്രമേ ഉള്ളൂ, ചേട്ടാനിയത്തി ബന്ധം മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. അന്ന് രോഹിത് പറഞ്ഞു എനിക്കൊട്ടും വയ്യ ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി എനിക്കും വയ്യ, രാജേഷനോട് വിനീത നീ പോയി ചെയ്യടാ, വിനീത ഇപ്പൊ സിംഗിൾ ക്യാമറ മതി, ഇന്റർവ്യൂ ആയിട്ടല്ല അത് എടുക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾ വണ്ടിക്കത്തിരുന്ന് ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വിനീതൻ്റെ രാജേഷനും കൂടി ട്രൈപ്പോഡും ലൈറ്റും ക്യാമറയൊക്കെ എടുത്തിട്ട് അപ്പോൾ റോഡിൽ നിന്നൊരു 150 മീറ്റർ ദൂരമുണ്ട് ഈ ബിൽഡിങ്ങിലേക്ക്. ഇവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി. കുറേ നേരം വണ്ടിയിൽ ഇരുന്നപ്പോൾ എനിക്ക് ബോറടിക്കുന്നു. രോഹിത് ആണെങ്കിൽ ഫോൺ എടുത്തിട്ട് പാട്ട് കേൾക്കുകയോ ആരോടോ ചാറ്റ് ചെയ്യുകയോ എന്തോ ചെയ്യും. അപ്പം ഞാനൊന്ന് നോക്കിയിട്ട് വരാടാ എന്ന് പറഞ്ഞിട്ട് ഞാനീ നടന്ന് ഈ ബിൽഡിങ്ങിലേക്ക് ഇല്ല. അപ്പം ഞാൻ ആ വാതിൽ ചെല്ലുമ്പോൾ അകത്ത് ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കഥ തുറന്ന് കയറിയാൽ ചിലപ്പോൾ ലൈറ്റ് കട്ടിയിടുകയോ അല്ലെങ്കിൽ ഇവർക്ക് ഡിസ്റ്റർബൻസ് ആകുമെന്ന് വെച്ചാൽ കുറേ നേരം പുറത്ത് നിന്നു. പുറത്ത് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് വന്നു, ചെറിയ ഗ്യാപ്പ് വന്ന സമയത്ത് ഞാൻ ഈ വാതിൽ തുറന്ന് അകത്ത് പോയിട്ട്, അപ്പം ഞാൻ ഇവിടെയാണ് ഗസ്റ്റ് ഇരിക്കുന്നത് എന്ന് വെക്കുക. എൻ്റെ നേരെ ആ ക്യാമറ ഇരിക്കുന്ന പോലെ ക്യാമറയുണ്ട്, അതിൻ്റെ പിന്നിൽ രാജേട്ടൻ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, വിനീത് അവിടെ ഇരിപ്പുണ്ട്. ഞാനതിൻ്റെ ഈ ഫ്രെയിമിൽ വരാത്ത രീതിയിൽ കസേര ഇട്ടിച്ചിട്ട് ദൂരെ പോയിടും. കുറേ നേരം ഇദ്ദേഹം കഥകൾ പറഞ്ഞ് ഈ ജിഷയുടെ ആത്മാവ് എന്ന കഥ പറയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് നല്ല ചുമ വന്നു, ഒരു രക്ഷ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പെട്ടെന്ന് വിനീതിനെ കണ്ണ് കാണിച്ചു. വിനീത് ഒരു കട്ടടിച്ചു, ഒരു കട്ട് പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്ക് ഡോർ തുറന്ന് പുറത്തിറങ്ങി ഇങ്ങനെ നേരെ വണ്ടി വന്നു. നന്നായിട്ട് ചുമച്ചു, വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് വണ്ടിയിൽ. പിന്നെ പ്രശ്നമൊന്നുമില്ല. കുറേ നേരം ഞാൻ രോഹിതോട് കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ഈ രാജേഷേട്ടനും വിനീതും കൂടി ഈ പോയ പോലെ ഈ സാധനങ്ങളെല്ലാം പറക്കി കഷത്തൊക്കെ വെച്ചിട്ട് അവിടെ പെട്ടെന്ന് നടന്നു വരിക. ഓടി വന്ന് ഒരു വണ്ടി കേട്ടിട്ട് വണ്ടി എടുക്കുക. ഞാൻ എന്താ പറ്റി, എന്ത് പറയാനാണ്, നമ്മൾ ഈ ജിഷയുടെ ആത്മാവ് കത്തുന്ന കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞ് തീരാറായ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആദ്യം ലൈറ്റ് അണഞ്ഞു. ഒരു LC ലൈറ്റാണ് വെച്ചിരുന്നത്. ആ ലൈറ്റ് അണഞ്ഞു, സാരമില്ല, വേറെ ലൈറ്റൊക്കെ വെക്കാമെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ക്യാമറ ഓഫായി. അത് എടുക്കണ്ട, എൻ്റെ ബാക്കി എടുക്കണ്ട എന്ന് ആരോ തീരുമാനിച്ചതുപോലെ ഇവരതൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് വരും. അപ്പം ഇവർക്കൊരു ഈ അനുഭവിച്ചവർക്കാണല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ തമാശയായിട്ടല്ലേ തോന്നുന്നത്. നമ്മുടെ പല കഥകളും പലരുടെ എക്സ്പീരിയൻസ് അനുഭവിച്ചവർ പറയുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാൻ പറ്റും. അത് വീഡിയോയിലൂടെ കാണുമ്പോൾ എത്രമാത്രം ആളുകത് നേരിട്ട് ആ സ്ഥലങ്ങളിൽ പോകുമ്പോഴായിരിക്കും അതായിരിക്കാം. അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ജിഷ കൊല്ലപ്പെട്ട ആ വീട്ടിലൊക്കെ നമ്മൾ പോയി അവിടെ കയറി ഇറങ്ങി നടത്താൻ രാവിലെ മുതൽ കഥയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഓഫീസിലെത്തി സാധനമൊക്കെ പറക്കി വെക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് മറ്റേ ആൾ വിളിക്കുന്നത്, നിങ്ങളുടെ ബാറ്ററി അവിടെ വെച്ച് മറന്നു. ആലോചിച്ച് നോക്കണം, അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ ബാറ്ററി അവിടെ വെച്ച് മറന്നു. പിന്നെ എനിക്ക് രോഹിതിൻ്റെ ആവശ്യങ്ങളാണെന്ന് അവർ തിരിച്ചു പോയി അദ്ദേഹം കൊണ്ടുവന്ന് റോഡിൽ കൊടുത്ത് അതുമായിട്ട് വന്നു എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ ഈ കഥ പറഞ്ഞത് മേ ബി അറിയില്ല ഇപ്പം അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണം, അങ്ങനെ ഒരു പ്രോഗ്രാം പിന്നെ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ആരും പറയാത്തൊരു കഥ ജിഷയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പറയണം എന്നുള്ള നിയോഗമായിരുന്നിരിക്കാം അത് ചെയ്യാൻ ഇടവരുത്തിയത്. ഒരുപാട് കോളുകൾ വന്നു, ഒരുപാട് ഏറ്റവും കൂടുതൽ നമ്മളെ ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുണ്ട് നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്തതിന്. അതുമായി ബന്ധം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു സംഭവം മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മളെടുത്ത എല്ലാ വീഡിയോ എനിക്ക് ഒരു 10ഓളം എപ്പിസോഡുകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് പറയാൻ നിയോഗിക്കപ്പെട്ടവരാകാം നമ്മൾ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അന്ന് അങ്ങനെ ഒരു പ്രോഗ്രാം, പിന്നീട് ആ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല, ആ പ്രോഗ്രാം ചെയ്തിട്ടുമില്ല എന്നുള്ള ആ ഒരു ആത്മാവിനെ നമ്മളോട് പറയാനുണ്ടായിരുന്നു. അറിയില്ല, മേ ബി നമ്മളോടല്ല, അവരോട് പറഞ്ഞ കഥ നമുക്ക് നാട്ടുകാരോട് പറയാനുള്ളതായിരിക്കും. ഞാൻ ആ തുടക്കത്തിൽ പോലെ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തി എന്തിനെങ്കിലും വേണ്ടിയായിരിക്കാം. ഞാൻ പറയുന്നത് രാഹുലിന് എത്രമാത്രം മനസ്സിലാവുന്നുണ്ട് എന്നറിയില്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ അത്യാവശ്യം നമ്മുടെ വീഡിയോകളൊക്കെ വൈറലായി, അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ വലിയ സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളല്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സജീവമായി നമ്മുടെ വീഡിയോകളൊക്കെ ഓടാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ പഴയ സുഹൃത്തുക്കളുണ്ട്, എന്തൊക്കെയോ മിസ്സായിപ്പോയ പണ്ട് നല്ല ബന്ധമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ അവരൊക്കെ ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മേ ബി അന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരും, കണക്റ്റ് ആവും. ശരിയാണല്ലോ, അന്ന് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അന്ന് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ച് പോകുന്ന നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഓർമ്മകൾ, നമ്മുടെ വികാരങ്ങൾ ഒക്കെ അതവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് കറങ്ങി തിരിഞ്ഞൊരു കാലത്ത് നമ്മളെ കൊണ്ട് മറ്റെന്തെങ്കിലും പ്രവൃത്തിക്ക് വേണ്ടി അതിനെ മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ മനുഷ്യജന്മത്തിനും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ ജന്മങ്ങൾക്കും
ഓരോ ഉദ്ദേശങ്ങളുണ്ട്, ഓരോ അവതാര ഉദ്ദേശങ്ങൾ നമ്മൾ പറയില്ലേ. നമ്മളിപ്പോൾ പറയാറുണ്ട് അയ്യപ്പൻ ജനിച്ചത് മഹിഷിയെ നിഗ്രഹിക്കാനാണ്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ ജനിച്ചത് കംസനെ നിഗ്രഹിക്കാനാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ ജീവജാലങ്ങളും ഭൂമിയിലേക്ക് വന്നതിന് ഓരോ ലക്ഷ്യങ്ങളുണ്ടാകാം. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ആളുകൾ ചോദിക്കും ഈ ബ്രോയിലർ കോഴി ഉണ്ടാക്കുന്നത് എന്ത് ലക്ഷ്യത്തിലാണോ മേ ബി ചോദിച്ചേക്കാം. അത് ഇന്നലെ ഞാൻ ഒരു കോഴിയുടെ ചിക്കൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എൻ്റെ വിശപ്പ് മാറ്റാനായിരിക്കും അയാൾ വന്നിട്ടുള്ളത്. മേ ബി അറിയില്ല, അതായിരിക്കും അയാളുടെ അവതാര ലക്ഷ്യം. എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്. എല്ലാ ഓരോ ജനനങ്ങൾക്കും ഓരോ ജനനത്തിനും ഓരോ അവതാരപ്പിറവികൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ എൻ്റെ മുന്നിലിരിക്കുന്നു. രാഹുൽ എന്തെങ്കിലും വിചാരിച്ചതാണോ ഞാനൊരു ഇതുപോലെ ചാനലിൽ ഇന്റർവ്യൂ എടുക്കും? ഒരിക്കലുമില്ല. എന്റെ ഇന്റർവ്യൂ എടുക്കുന്നില്ല, ഇത് ഇന്റർവ്യൂ ആയിട്ട് കൂട്ടണ്ട. അല്ലാതെ നമ്മുടെ ഗസ്റ്റുകളുടെ ഇന്റർവ്യൂ എടുക്കാൻ ചാനലിൽ വരുമെന്ന് പോലും ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. രാഹുല് എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഞാൻ എറണാകുളത്തേക്ക് വരികയാണ് എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഒരു ദിവസം കയറി പോരുന്നതാണ് അല്ലേ. അത് നമ്മൾ തമ്മിലുള്ള സൗഹൃദം വെച്ച് രാഹുൽ പോരുന്നതാണ്. രാഹുലിന് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പോരുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ഇവിടെ വന്നതിന് ശേഷവും നമുക്ക് മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രൊജക്ട് ഉണ്ടായിരുന്നു. രാഹുൽ അതാണ് ഉത്തരവാദിത്തം. അത് നടന്നില്ല. പക്ഷെ ഇന്ന് രാഹുൽ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നു, മറ്റു ചാനലുകളിൽ ഇവിടെ ഇന്റർവ്യൂ എടുക്കുന്നു, കണ്ടന്റുകൾ ചെയ്യുന്നു. രാഹുലിന്റെ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഇവനിങ്ങനെ സംസാരിക്കുമായിരുന്നോ എന്ന് സംശയം ഉണ്ടാവില്ലേ? ഒരു കാലത്തും ഒരു ചാനലിൽ പോയി ഒരു അവതാരകനാകുമെന്ന് അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ച ആളല്ല. ഞാനത് പഠിച്ച ആളാണെങ്കിൽ പോലും ഞാൻ ചിന്തിച്ചാണ്. ഞാനത് മാറ്റി വെച്ചതാണ്. ഞാൻ എൻ്റെ പഠനകാലം കഴിഞ്ഞ് ആദ്യത്തെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഫെയിലായപ്പോൾ, അല്ലെങ്കിൽ വളരെ പ്രതീക്ഷ വെച്ചൊരു ഇന്റർവ്യൂവിൽ ഫെയിലായ സമയത്ത് പിന്നെ അതിന്റെ പിന്നാലെ പ്രയത്നിച്ച് പോകാത്ത ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും പിന്നാലെ ഞാൻ അങ്ങനെ പ്രയത്നിച്ച് പോകാറില്ല. പക്ഷെ ഒരു സാധനം തുടങ്ങി വെച്ചാൽ അത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽ കണ്ടപ്പോൾ മനസ്സിലായാണ്, ഒരു ബിസിനസ് തുടങ്ങിയത് പരാജയമാണെന്ന് തോന്നിയാൽ അതിൽ കടിച്ചു തൂങ്ങാത്തത് അവിടെ അവസാനിപ്പിക്കുന്നവനാണ് യഥാർത്ഥ ബിസിനസ്സുകാരൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. അത് പരാജയമാണെന്ന് തോന്നുന്നൊരു പോയിന്റിൽ ഞാൻ അതിന്റെ എത്രയാണ് നഷ്ടം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ അബാക് മീഡിയ തുടങ്ങി, ഇത്രയും ചാനലുകൾ തുടങ്ങി, ഇതിനിടയിൽ എത്രയോ പേര് നമുക്കൊപ്പം സഹകരിച്ചു പോയി. അപ്പോൾ ചില ആളുകൾ വളരെ ഇപ്പോൾ രാജേഷേട്ടനെയും വിനീതിനെയൊക്കെ പോലുള്ളവർ നമുക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തവരാണ്. അവരെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവരുടേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇപ്പോൾ മറ്റ് ചാനലുകളിലേക്കോ അല്ലെങ്കിൽ അവരുടേതായ കർമ്മ മേഖലകളിലേക്കോ പോകുന്നത്. അതേസമയം നമ്മളിലൂടെ വന്ന് 2-3 മാസം നമ്മളോട് ജോലി ചെയ്ത് നമ്മളിൽ നിന്ന് ശമ്പളം വാങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് നമുക്ക് ഒരു പ്രയോജനം ചെയ്യും. പക്ഷേ ഈ നഷ്ടങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാതിരിക്കുക. നമുക്ക് ഇപ്പുറത്ത് കിട്ടും എന്ന് ചിന്തിക്കുക. ഇപ്പോൾ എന്നോട് തന്നെ എൻ്റെ സുഹൃത്തുക്കൾ പലരും ചോദിക്കും, നീ എന്തിനാണ് ഇത്രയും വലിയ ഓഫീസ്? നമ്മുടെ ആലുവയിലെ ഓഫീസിനെ പറ്റി അറിയാം. നമുക്ക് 32,000 സ്ക്വയർ ഫീറ്റോളം ഉള്ള ഫെസിലിറ്റി ഉണ്ട്. 4-5 ഷൂട്ട് ഒരേ സമയം നടത്താനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. എത്ര പേർക്ക് വേണമെങ്കിൽ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇത് പ്രപഞ്ചം എന്ന് പറയുന്ന ശക്തി എനിക്ക് കൊണ്ട് തന്നതാണ്, ഗുരുജിയുടെ ഭാഷ പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഇവിടെ ഒരു സ്ഥാപനം നടത്തുക എന്നുള്ളത് എൻ്റെ നിയോഗമാണ്. അത് അവസാനിപ്പിക്കണമെന്ന് മേളിലിരിക്കുന്നവൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ നടക്കും. അതില്ലാതിരിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലുണ്ടാകുന്ന നഷ്ടങ്ങൾ നമ്മൾ വന്നതൊന്നും കൊണ്ടല്ലല്ലോ. അതെ, ഞാൻ ഈ അബാക് മീഡിയ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാമ്പത്തിക പരിമിതികളുള്ള സമയത്താണ് നമ്മൾ അബാക് മീഡിയ തുടങ്ങുന്നത്. അബാക് മീഡിയയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്ന സമയത്ത് അയാളോട് ഞാൻ പറഞ്ഞത് 6 മാസത്തേക്ക് ഇത്ര ലക്ഷം രൂപ ചിലവ് വരും എന്ന് കൃത്യമായി പറഞ്ഞു. അത് കൂട്ടി തന്നെ പറഞ്ഞു, ഇത്ര രൂപ വരും, എനിക്ക് തരണ്ട, നിങ്ങൾ ചിലവാക്കിയാൽ മതി. പക്ഷെ അയാൾ പിന്മാറി എന്നുള്ളതാണ്. അയാളൊരു പക്ഷേ എന്നോടുള്ള കോൺഫിഡൻസ് കുറവുണ്ടെന്നുണ്ട്. പക്ഷെ ഞാനത് എൻ്റെ ബ്രാൻഡിനെ അത്രയും സക്സസ് ആക്കി എടുത്തു എങ്ങനെയായാലും, അല്ലെങ്കിൽ അത് സക്സസ് ആകപ്പെട്ടു. അത് ഞാനെന്നുള്ളതല്ല, നമ്മുടെ ടീമാണ്. എൻ്റെ കൂടെ സഹകരിച്ചിട്ടുള്ള ഓരോ ആളുകളും, ഇന്ന് നിൽക്കുന്ന ആളുകളും പുറത്തു പോയ ആളുകളും അടക്കം. ഞാനത് തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രോഹിതും ശില്പയും മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ ആരൊക്കെ ഉണ്ടോ അതിനിടയിൽ വന്നു പോയവർ തൊട്ട് എല്ലാ ആളുകളുടെയും പേര് പറയാം. ആ ബ്രാൻഡ് അവിടെ രജിസ്റ്റർ ചെയ്തപ്പെട്ട് എടുത്തു. അത് മേ ബി ഇത് നാളെ നിന്ന് പോയേക്കാം, നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഉറപ്പ് പറയാൻ പറ്റുമോ? ഇതിനിടയിലാണ് കഴിഞ്ഞ മാസം 4 ദിവസം നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ട് ചാനലുകളെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമുക്കത് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്. നമ്മളൊന്നിനെയും പഴിക്കാതെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കണം, പ്രവർത്തിക്കണം. വെറുതെ ഇല്ല ദൈവം തന്നോളും അല്ലെങ്കിൽ പ്രപഞ്ചം തന്നോളും എന്ന് വെച്ച് വീട്ടിലിരുന്നിട്ട് കഥയൊന്നുമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെയും രാഹുലും ഞാനും കൂടി ഇരുന്നിട്ടാണ് കഴിഞ്ഞ മാസത്തെ നമ്മുടെ എക്സ്പെൻസുകൾ എഴുതി നോക്കിയിട്ട് കണ്ണുകളിലിരുന്നത്. ഇത്ര രൂപ നമുക്ക് എക്സ്പെൻസ് വന്നിരിക്കുന്നു, നമ്മൾ പ്രോഫിറ്റിലാവുന്നില്ല എന്ന് കണ്ട. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊന്നും പിന്നോട്ട് വലിക്കുന്ന പ്രശ്നമേ അല്ല. നമ്മൾ മുന്നോട്ട് പോവുക, നമുക്കത് വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അക്കൗണ്ടിൽ ഒരു ബാലൻസ് ഒരു 100 രൂപയിൽ താഴെയാണെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. വെറും 100 രൂപ. അതേസമയം എവിടെന്നെങ്കിലും ഒരു 5,000-ഓ 10,000-ഓ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉറപ്പാണ് ബാക്കി പൈസ ഓട്ടോമാറ്റിക്കലി വരും. അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി വരുമെന്ന് വെച്ചാൽ അതിനുള്ള പണികൾ നമ്മൾ മുന്നേ എടുത്തിട്ടേക്കുന്നതുകൊണ്ടാണ്, അതിനുള്ള വർക്കുകൾ ചെയ്തിട്ടേക്കുന്നതുകൊണ്ട്, പൈസ വരാനുള്ള സോഴ്സുകൾ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മളിതിനൊന്നും പേടിക്കാതെ ഭയപ്പെടാതെ മുന്നോട്ട് പോവുക. നമ്മുടെ കർമ്മമേഖല നമ്മളുടെ കൈകൾ ശുദ്ധമാക്കി മുന്നോട്ട് പോയാൽ
നമുക്ക് വരാനുള്ളതെല്ലാം വന്നു ചേർന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മളതിനു വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നാളെ ഇതെല്ലാം അവസാനിപ്പിച്ച് ഞാൻ വീട്ടിലിരിക്കാനാണ് എൻ്റെ നിയോഗമെങ്കിൽ അത് ചെയ്യാനാണ് എൻ്റെ വിധി. ഇപ്പം എൻ്റെ ഭാര്യ അഞ്ജലി, അവള് ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് TTC പഠിക്കുന്ന സമയത്ത് എപ്പോഴും പറയായിരുന്നു, എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചേട്ടനെ ടെൻഷൻ അടിപ്പിച്ച് ജോലിക്കൊന്നും പോകത്തില്ല, ചേട്ടൻ വീട്ടിലിരുന്ന് വീഡിയോ ഒക്കെ ചെയ്ത് ഇട്ടാൽ മതി, വരുമാനം എനിക്കുണ്ടല്ലോ. ഞാൻ ചിരിച്ചോണ്ടത് കേൾക്കും. പുള്ളിക്കാരിക്ക് ജോലിയായി എന്ന് ചോദിച്ചാൽ ഞാൻ വീട്ടിലിരിക്കുന്നു. ഇല്ല, അവളുടെ ആഗ്രഹമാണ് പറയുന്നത്, വേറെ കൊണ്ടല്ല. ഇത്രയും നാൾ ചേട്ടൻ കഷ്ടപ്പെട്ടില്ല, ഇനി ഞാൻ കഷ്ടപ്പെട്ടോളാം, അവളുടെ ആഗ്രഹമാണ്. അതിനല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്. ഒരുപക്ഷെ നാളെ അങ്ങനെ ഇരുന്നുകൂടെ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു കാലത്തും വിചാരിച്ചതല്ല എറണാകുളത്ത് വന്ന് സെറ്റിൽ ആവും. എൻ്റെ നാടും എൻ്റെ വീടും എൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ വിട്ടിട്ട് മാറി ഒരു 5 ദിവസത്തിൽ കൂടുതൽ നിൽക്കുന്നത് പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറ്റുന്ന ഒരു ചിന്ത. പക്ഷെ വന്നില്ലേ, നിന്നില്ലേ, നിലനിന്നില്ലേ. എന്നാൽ ഇപ്പോഴും നാട്ടുമായുള്ള ബന്ധവും ഇവിടെ ഉള്ള ബന്ധം നമ്മൾ ഒരുപോലെ കൊണ്ടുപോകുന്നില്ലേ. ഇതൊക്കെ നമ്മളിലേക്ക് വന്നു ചേർന്ന നിയോഗങ്ങളാണ്. നമ്മളെ കൊണ്ട് ഓരോന്നും പറയിക്കുന്നതിലും ഓരോന്നും ചെയ്യിക്കുന്നതിലും എന്തൊക്കെയോ കരുതിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്നും സംസാരിക്കാനല്ല നമ്മൾ ഇവിടെ ഇരുന്നത്. നമ്മളിന്ന് ഇവിടെ ഇരുന്നത് ഈ ജിഷ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആ എപ്പിസോഡിനെ പറ്റി സംസാരിക്കാൻ മാത്രമാണ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുണ്ട് എങ്കിൽ അത് എവിടെ നിന്നോ നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളാരും അന്ധവിശ്വാസികളല്ല, വിശ്വാസികളാണ്.